അമേരിക്കയിലെ വിദേശ തൊഴിലാളികൾക്ക് നൽകുന്ന H-1B വിസ പദ്ധതിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന പുതിയ ബിൽ റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ അവതരിപ്പിച്ചു. H-1B വിസ ദുരുപയോഗം തടയൽ നിയമം 2026 എന്നീ പേരുള്ള ബിൽ അരിസോണയിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം എലി ക്രെയിനാണ് അവതരിപ്പിച്ചത്. US പൗരന്മാരുടെ തൊഴിൽ താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. പുതിയ ബിൽ നിയമമായാൽ നിലവിലുള്ള വിസ രീതി പൂർണ്ണമായും മാറും. വിസ സമ്പ്രദായം പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി H-1B വിസ പദ്ധതി 3 വർഷത്തേക്ക് പൂർണ്ണമായും നിർത്തിവെക്കുക. പ്രതിവർഷം അനുവദിക്കുന്ന വിസകളുടെ എണ്ണം നിലവിലെ 65,000-ൽ നിന്ന് 25,000-ആയി വെട്ടിക്കുറയ്ക്കുക. H-1B വിസയിൽ ജോലി ലഭിക്കാനുള്ള കുറഞ്ഞ ശമ്പളം വർഷത്തിൽ $2,00,000 വർദ്ധിപ്പിക്കുക. വിസയുള്ളവർക്കൊപ്പം കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നത് തടയുക. കൂടാതെ ഗ്രീൻ കാർഡിനെ അപേക്ഷിക്കാനുള്ള അവകാശം റദ്ദാക്കുക. നിലവിലെ ലോട്ടറി സമ്പ്രദായത്തിന് പകരം വേതനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സെലക്ഷൻ രീതി കൊണ്ടുവരാനും ബിൽ ശുപാർശ ചെയ്യുന്നു. കൂടാതെ ഒരു തസ്തികയിലേക്ക് യോഗ്യനായ അമേരിക്കൻ പൗരനെ കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് തൊഴിലുടമ സാക്ഷ്യപ്പെടുത്തണം. തേർഡ് പാർട്ടി ഏജൻസികൾ വഴി വിദേശികളെ നിയമിക്കുന്നതും നിരോധിക്കാൻ നിർദ്ദേശമുണ്ട്. H-1B വിസയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇന്ത്യക്കാരായ IT പ്രൊഫഷണലുകളാണ്. പുതിയ ബിൽ നിയമമായാൽ ജോലി തേടി അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമാകും. ശമ്പള പരിധി കുത്തനെ കൂട്ടിയത് ഇടത്തരം തസ്തികകളിലേക്കുള്ള ഇന്ത്യക്കാരുടെ നിയമനങ്ങളെ ബാധിക്കും. കുടുംബത്തെ ഒപ്പം കൂട്ടാൻ കഴിയില്ലെന്ന നിർദ്ദേശം പലരെയും ഈ വിസയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കാരണമാകും.